ഗുരുപരമ്പരകൾക്ക് നമസ്കാരം. ആദരണീയരായ സജ്ജനങ്ങളെ, നമ്മുടെ പാലക്കാട് ഭഗവതിയുടെ തിരുസന്നിധിയിൽ ഈ 2023 മെയ് 5 മുതൽ 17 കൂടി ഉള്ള ദിവസങ്ങളിൽ ഒരു ഗായത്രി മഹായജ്ഞം സുഹൃതഹോമമായിട്ട് നമ്മൾ നടത്താൻ ആഗ്രഹിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു ആലോചനാ യോഗം പാലക്കാട് മലമ്പുഴ റൂട്ടിൽ മന്തക്കാടിന് ജംഗ്ഷന് സമീപം പാണപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ദേവിയുടെ ആരൂഢത്തിൽ വെച്ച് കൽപ്പന രാശിപ്രകാരം ചിന്തിക്കുകയും അത് പ്രകാരം നേരത്തെ ചെയ്തു വന്നിട്ടുള്ള സമർപ്പണങ്ങളുടെ തുടർച്ചയായിട്ടാണ് ഈ ഗായത്രി സുഹൃതഹോമ യജ്ഞം നടത്താൻ വേണ്ടി ഭഗവതിയുടെ കൽപ്പന രാശിപ്രകാരമുള്ള അനുജ്ഞ നമുക്ക് ലഭിക്കുന്നത്. ഇന്ന് പ്രത്യേകിച്ച് ഈ കാലഘട്ടം വളരെ ഒരുപാട് യജ്ഞങ്ങളുടെയും യാഗങ്ങളുടെയും ഒക്കെ സമയമാണ്. പ്രത്യേകിച്ച് വൈശാഖ മാസ സമയത്തൊക്കെ ലോകത്തിൻ്റെ പല ഭാഗത്തും ഇങ്ങനെയുള്ള സൽപ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ തന്നെ വ്യത്യസ്തമായിട്ട് പുരോഹിതന്മാരോ ആചാര്യന്മാരോ ഇല്ലാതെ ശ്രൗത പാരമ്പര്യം അനുസരിച്ച് ശ്രുതികളുടെ അല്ലെങ്കിൽ വേദങ്ങളുടെ മുറകൾക്കനുസരിച്ച് വളരെ ജനകീയമായിട്ടുള്ള ഒരു ഗായത്രി സുഹൃത യജ്ഞമാണ് നടക്കാൻ പോകുന്നത്. ഗായത്രി വേദങ്ങളുടെയൊക്കെ മാതാവാണ് ഗായത്രി. വിശ്വാമിത്ര ഋഷിയാൽ ദർശിക്കപ്പെട്ട ആ വിശിഷ്ടമായിട്ടുള്ള മന്ത്രം ലോകപ്രശസ്തമാണ്. ഈ മന്ത്രത്തിൻ്റെ സാധനയും സാധകവും ആണ് ഈ യജ്ഞത്തിലൂടെ നമ്മൾ നിർവഹിക്കുന്നത്. 12 ദിവസങ്ങളിലായിട്ട് ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു പദ്ധതിയാണിത്. ഈ പദ്ധതിയുടെ പേര് ധരാസൗരം എന്നാണ്. ധരാസൗരം എന്ന് പറയുന്ന പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ 12 ദിവസം നീണ്ടു നിൽക്കുന്ന ഗായത്രി സുഹൃത ഹോമ മഹായജ്ഞം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ 9 ആവരണങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ദ്രവ്യം ദേവതാ ത്യാഗം എന്ന് പറയുന്ന സമീപനം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ആധുനികമായിട്ടുള്ള കാഴ്ചപ്പാടുകളും അതുപോലെ തന്നെ ചർച്ചകളും സംവാദങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ ഒരു ജ്ഞാനയജ്ഞം, അതിൻ്റെ ഒരു കർമ്മയജ്ഞം, അതുപോലെ തന്നെ അതൊരു ഭക്തിയുടെ മാർഗം, അങ്ങനെ 3 ചേർന്നുകൊണ്ട് ഉള്ള ഒരു ബൃഹത് പദ്ധതിയായിട്ട് ഇതിനെ വിഭാവന ചെയ്തിട്ടുണ്ട്. ആദ്യം പറഞ്ഞതുപോലെ ഇതിൽ പുരോഹിതരോ ആചാര്യന്മാരോ ഇല്ല. നേരിട്ട് ഈ സുഹൃത ഹോമ യജ്ഞത്തിൽ പങ്കെടുക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ ഓൺലൈനായിട്ട് ഇതിൻ്റെ ജ്ഞാനയജ്ഞം, ഈ ഗായത്രി മന്ത്രത്തിൻ്റെ ധ്യാന മനനങ്ങൾ, അതിൻ്റെ ചിന്താമണ്ഡലം, അതിൻ്റെ സംവാദമണ്ഡലം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു എല്ലാ ദിവസവും വൈകുന്നേരം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഭക്തജനങ്ങൾക്കൊക്കെ തന്നെ നേരിട്ട് വീക്ഷിക്കാവുന്ന രീതിയിൽ, പങ്കെടുക്കാവുന്ന രീതിയിൽ കൂടി ഇത് ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ നേരിട്ടും അല്ലാതെയും ഒക്കെ തന്നെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാ സജ്ജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പദ്ധതിയാണ് ഈ ഗായത്രി സുഹൃത ജ്ഞാനയജ്ഞം. അതിലേക്ക് ദേവീനാമത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഓം ഭൂർഭുവസ്വ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാൽ. നമ്മുടെ ബുദ്ധിയെ ആ മന്ത്രം പ്രചോദിപ്പിക്കട്ടെ. ഓം തത്സൽ.